പേർളി മാണിയെക്കുറിച്ച് മറീന മൈക്കിൾ എന്ന നടി പറഞ്ഞത് കേട്ടപ്പോൾ സത്യത്തിൽ വല്ലാത്ത അത്ഭുതമായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പേർളി മാണിയെക്കുറിച്ച് ഇങ്ങനെയൊന്ന് കേൾക്കുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു നിഷ്കളങ്കായ ഒരു പെൺകുട്ടി മോട്ടിവേഷൻ ചെയ്യുന്നു. വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു പേർളി മാണി. പക്ഷേ ഇപ്പോൾ മറീന മൈക്കിൾ ഒരു ഇൻ്റർവ്യൂവിൽ പേർളി മാണിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, നമ്മൾ കാണുന്നതൊന്നുമല്ല സത്യം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം മനസ്സിലാവുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഓരോ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം ഒന്നും കൂടി ഉറപ്പായി വരികയാണ്. മറീന മൈക്കിൾ ഒരു നടിയാണ്. അവർ 2017 2018 കാലഘട്ടത്തിൽ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ അതിലാദ്യം ഉണ്ടായിരുന്നത് പേർളി മാണിയായിരുന്നു ആങ്കറായിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഈ പെൺകുട്ടി മറീന മൈക്കിൾ എന്ന പെൺകുട്ടിയാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാനും അവരുടെ ഷോയ്ക്കും പറ്റില്ല എന്ന് പറഞ്ഞ് പേർളി മാണി പോയെന്ന്. എന്തുകൊണ്ടായിരിക്കാം പേർളി മാണി അതിൽ നിന്ന് ഒഴിവായി പോയത്? സ്വന്തമായിട്ട് അതിൽ നിന്ന് ഈ മറീന മൈക്കിൾ എന്ന കുട്ടിയാണ് എന്നറിഞ്ഞപ്പോഴാണ് പോലും ഈ പേർളി മാണി പോയത് എന്നാണ് മറീനക്ക് ആ ടീമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതെന്നാണ് ആ പെൺകുട്ടി ഇൻ്റർവ്യൂവിൽ പറയുന്നത്. സത്യത്തിൽ എന്തായിരിക്കും പേർളി മാണി അങ്ങനെ ചെയ്യാനുണ്ടായ കാര്യം? എൻ്റെ അത്ര ഉയരത്തിലല്ല, അല്ലെങ്കിൽ എന്നെ പോലെയല്ല ആ പെൺകുട്ടിയെ, എത്ര താഴത്തുള്ള പെൺകുട്ടിയെ ഞാൻ എന്തിന് ആ ഷോയിൽ ഞാൻ എന്തിന് ആങ്കർ ചെയ്യണം, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കുക. അതാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത്. നമ്മൾ മണ്ടന്മാരായ പ്രേക്ഷകർ ഈ കാണുന്നതെല്ലാം സത്യമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കണ്ണു തുറച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. സമയമില്ലാതെ സമയത്ത് ഇവരെയൊക്കെ പോയി കാണുന്നു. ഡാറ്റ മുഴുവനും തീർത്ത് ഇവരൊരു വീഡിയോ ഇടുമ്പോഴേക്ക് കണ്ണ് പിടിച്ച് നോക്കി മില്യൺ കണക്കിനാണ് അവരുടെയൊക്കെ വ്യൂസൊക്കെ. പക്ഷേ സത്യത്തിൽ അവർ പറയുന്ന മോട്ടിവേഷൻ കേട്ടിട്ട് അയ്യോ പേർളി മാണി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവരിത് സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് ഇവർ ഈ കാണിക്കുന്നതെല്ലാം. വീട്ടിലെ കാര്യങ്ങളായാലും ഷോയിൽ കാണിക്കുന്നതായാലും എല്ലാം. ശരിക്കും ഇത് പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം ഒരു പെൺകുട്ടിയുടെ ജോലിയാണത്. അവരുടെ ആ ഷോയിൽ വന്ന് ആങ്കർ ചെയ്താൽ എന്താണ് പേർളി മാണിക്ക് എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും വലിയവരായാലും ചെറിയവരായാലും അവരുടെ ജോലിയല്ലേ അത്. അങ്ങനെ കണ്ടില്ല പേർളി മാണി. പിന്നെ ഈ പറയുന്ന ആങ്കറിങ്ങിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മുഴുവനും അങ്ങനെ ആയിരിക്കില്ലേ? ഇടക്കാലത്ത് ബിഗ് ബോസിൽ വന്നപ്പോൾ പലരും പേർളി മാണിയെ കുറ്റം പറഞ്ഞപ്പോൾ അവരോടൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സത്യത്തിൽ ഈ പെൺകുട്ടി പേരെടുത്ത് പറയുന്നില്ല കേട്ടോ, പേർളി മാണി ആണ് എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും മോട്ടിവേഷൻ ചെയ്ത് നടക്കുന്ന ആങ്കർ എന്നൊക്കെ പറയുമ്പോൾ പേർളി മാണിയാന്ന് പ്രേക്ഷകർ, ബുദ്ധിയുള്ള പ്രേക്ഷകർ അത് കണ്ടുപിടിക്കുമല്ലോ. ഈ അടുത്ത് വേറൊരു ഇൻ്റർവ്യൂവിൽ പേരെടുത്ത് ചോദിച്ചിട്ട് ഇവരാണോ എന്ന് ചോദിക്കുമ്പോഴും അവരത് പറയുന്നില്ല. പക്ഷെ പറയാതെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പേർളി മാണിയാണെന്ന്. ശരിക്കും ഈ ഒരു പേർളി മാണിയുടെ സംഭവം കൂടി കേൾക്കുമ്പം ശരിക്കും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളീ കാണുന്നത് ഒന്നും സത്യമല്ല. പല കാര്യങ്ങളും നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ഒരുപാട് ഫാമിലി വ്ളോഗ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ, അതിൽ തന്നെ പലരും കാണിക്കുന്ന ഈ അടുത്ത് നമ്മൾ പ്രവീണിൻ്റെതായാലും പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുറമെ കാണിക്കുന്നതൊന്നും സത്യമല്ല. അത് യാഥാർത്ഥ്യത്തോട് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ മണ്ടന്മാരായ പ്രേക്ഷകർ അയ്യോ അവരുടെ വീട്ടിൽ എന്തൊരു സ്നേഹമാണ്, ആ ഭർത്താവ് ആ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നത്, മിനിറ്റിന് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഉമ്മ കൊടുക്കുന്നു. ഒരു ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ ചിന്തിച്ചിട്ട് എന്തിനാ ഇങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത്? വലിയ മക്കളുള്ള അമ്മയും അച്ഛനുമാണ് ഇത് ചെയ്യുന്നത്. ആയിക്കോട്ടെ, മക്കളെ മുമ്പ് ഉമ്മം കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, അത് അവരുടെ കുടുംബം. പക്ഷേ ഈ ലോകം മുഴുവൻ കാണുന്ന ഒരു യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ ട്രെയിനിൽ കയറിയ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഉമ്മ കൊടുക്കുക, അല്ലെ ബസ് കയറിയ ഉമ്മ കൊടുക്കുക, അല്ലെ റോഡിലേക്കൂടി നടക്കുമ്പോൾ ഉമ്മ കൊടുക്കുക, അല്ലെ വീടിൻ്റെ തന്നെ തിണ്ണയിലിരുന്നിട്ട് അയൽവക്കക്കാരും റോഡിലേക്കൂടി പോകുന്ന ആൾക്കാരൊക്കെ കാണുമ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീടിൻ്റെ അകം അടച്ചിട്ടിട്ടാണ്. ഒരു വഴക്കുണ്ടായാൽ പോലും നമ്മളത് തുറന്ന് വെച്ച് അയൽവക്കക്കാരെയോ അങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ. നമ്മൾ വീടിൻ്റെ അകം അടച്ചിട്ടിട്ട് എത്രയും പതുക്കെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? നാലാൾ അറിയണ്ട അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഫാമിലി ബോക്സ് അടിയായാലും കെട്ടിപ്പിടുത്തായി എന്തെന്നായാലും ഈ യൂട്യൂബിൽ വന്ന് കാണിക്കുമ്പോൾ ചിലവർ വിചാരിക്കുന്നത് അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നില്ലല്ലോ, അല്ലെ എന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നില്ലല്ലോ, ഇവർ പോകുന്നത് എന്തായിരിക്കാം?
ഇവർ ഷൂട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇവർ അതിനായി മേക്കപ്പ് ഇട്ട് ഡ്രസ്സിട്ട് അവർ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി, വെറുതെയാ. അപ്പോൾ എന്താ, ഞാനിങ്ങനെ വീടിൻ്റെ അകത്ത് നിൽക്കുന്നു, ഇവരൊക്കെ എവിടെയൊക്കെ പോകുന്നു. അത് ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അന്ധമായി ചിന്തിക്കുന്നവരാണ് കേട്ടോ. അതിലവർ നിരാശയായി അവർക്ക് പോയി കമൻ്റ് ഇടുന്നു, എനിക്ക് ഇങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങളെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ, അല്ലെ നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണല്ലോ. നമ്മളെ വീട്ടിൽ നമ്മൾ അമ്മയോട് കയർത്ത് സംസാരിച്ച് എന്തെങ്കിലും ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ നമ്മളത് വീഡിയോ പിടിച്ചിട്ട് നമ്മൾ യൂട്യൂബിലിടുമോ? ഇല്ലല്ലോ. സെയിം നമ്മളാണെങ്കിൽ അമ്മയെ ഒന്ന് സ്നേഹിക്കുന്നു, അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നു, അല്ലെ അമ്മയുടെ കാല് തിരുമ്മി കൊടുക്കുന്നു, അത് വീഡിയോ പിടിച്ച് അമ്മയെ സ്നേഹിക്കുന്ന മകനെന്ന് കാണിക്കുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിടുന്നു. സെയിം അതുപോലെയാണ് എല്ലാം ഈ യൂട്യൂബിൽ കാണിക്കുന്നതൊന്നും. അത് മനസ്സിലാക്കുന്ന കുറച്ച് വീഡിയോകളൊക്കെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്, കുറേ വീഡിയോകൾ. വീട്ടുകാരുമായി അടിയാവുന്നു, തെറ്റുന്നു, പ്രശ്നമാവുന്നു. എന്തിന് നമ്മളൊരു യൂട്യൂബർ ചാനലിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വീട്ടിൽ ഒളിപ്പിച്ചൊരു ചാനലിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ 2 ഭാര്യമാരുള്ള ഒരാൾ ഇതും ഒരു പണത്തിൻ്റെ ഒരിതോ വ്യൂസ് കൂട്ടാനോ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമായിരിക്കുമോ? ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടാവുന്നതും ആ ഭാര്യയെ ഇതുപോലെ കൊഞ്ചിക്കുന്നതും ഒരു ഭാര്യയ്ക്കും കണ്ട് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അത് സത്യമല്ലെന്ന് സാധാരണയായ ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാം. പക്ഷേ അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് അയ്യോ നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങൾ മറ്റേതാണ്, അല്ലേ ഇവരെ വേദനിപ്പിക്കരുത്, ഇതിനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് കാണുമ്പോഴാണ് നമുക്ക് സത്യം എന്താണ്, മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നു, പുറമെ ഇങ്ങനെ കാണിക്കുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ളവരുടെ വീഡിയോയും ഇങ്ങനെയുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ എന്തായാലും വിശ്വസിച്ച് പോകരുത്. അവർക്കൊക്കെ ഇങ്ങനെയുണ്ട്, നമുക്ക് മാത്രം ഇങ്ങനെയൊരു ജീവിതമില്ല. പണ്ടൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കാണാറില്ലേ, അവർ ടൂറ് പോകുന്നു, അവരിതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇടുന്നു. പക്ഷേ അവർ വീട്ടിൽ കീരിയും പാമ്പും എന്നുള്ള സത്യമായ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന പല അടുപ്പമുള്ള കുടുംബങ്ങളുമുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവർ അകന്ന് ഡിവോഴ്സിൻ്റെ വക്കിൽ പോലും എത്തി നിൽക്കുന്നതാണല്ലോ. പക്ഷേ ഇവരുടെ ഫേസ്ബുക്കിൽ കെട്ടിപ്പിടിച്ച ഫോട്ടോ, അവരെവിടെയൊക്കെയോ പോകുന്നു, എന്തൊക്കെയോ പാർട്ടികളിൽ പങ്കെടുക്കുന്നു. പക്ഷേ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ കാണുന്ന മണ്ടന്മാരായ നമ്മളെന്ത് വിചാരിക്കും, അയ്യോ അങ്ങനെ ഇവരെത്ര സ്നേഹത്തിലാണ്. അത് ഒരു 90% ആൾക്കാരും ഇങ്ങനെ അന്ധമായി ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇവരുടെ വീഡിയോ ഇടുന്നതിന് മുമ്പ് പോയി കാണുന്നു, അതിൽ അഭിപ്രായം ഇടുന്നു. അതുപോലെ നല്ല നല്ല കുക്കിംഗ് ചാനലുണ്ട്, അതിലൊന്നും ഇത്ര വ്യൂസ് ഇല്ല. അത് കാണാനോ അല്ലെ വേറെ മറ്റെന്തെങ്കിലും ഉപകാരമുള്ള സമൂഹത്തിനുള്ള കാര്യങ്ങൾ അതിനൊന്നും ഇല്ലാത്ത വ്യൂസാണ് ഇങ്ങനെയുള്ള ചാനലുകൾക്ക്. ഇപ്പോൾ പേളിമാണി ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ അന്നത്തെ ആ ഒരു ഏജോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷേ കേട്ടപ്പോൾ ഒരു തൊഴിൽ നിഷേധിക്കുന്നത് പോലെ പേളിമാണി മോട്ടിവേഷൻ പറയുന്നു, പുറമെ നല്ല ഇന്നസെൻസ് ഗേളായിട്ട് ഭയങ്കരമായുള്ള ഒരു എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ പെരുമാറുന്നു. പക്ഷേ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം പേളിയെ പോലെ തന്നെ ഉയർന്നു വരാൻ ആഗ്രഹവും അതുപോലുള്ളൊരു പെൺകുട്ടിയാണ് മറീന. അപ്പോൾ അവളോട് കാണിച്ചത് സത്യമാണെങ്കിൽ അത് വളരെ മോശമായിപ്പോയി. നമ്മുടെ കണ്ണുകളെ മായാജാലം പോലെ ഓരോന്ന് വിശ്വസിപ്പിക്കുന്നു, പുറമെ ഉള്ളിൽ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെങ്കിലും ഇത് മുഴുവനായി വിശ്വസിക്കാതിരിക്കാൻ നോക്കണം, അതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നിരാശ കൊണ്ട് നമുക്കങ്ങനെ ആവുന്നില്ലല്ലോ, നമ്മുടെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡിക്റ്റായിട്ട് ജീവിക്കാണ്ടിരിക്കുക.